ഏതാ ഫാമിലി? ഫാമിലി എന്ന് പറയുന്നത് ഒന്നാമത്തത് ഉമ്മയാണ്, രണ്ടാമത്തത് ഉപ്പയാണ്. ഒരു ഭാര്യനോട് ഫാത്തുമ്മ അജിൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞ് വരും പരിപാടി. ഇമ്മാനോട് 1000 വട്ടങ്ങളിൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്. മുറിയാത്ത ബന്ധം വേറെ ഏതാ ഉള്ളത്? ഭാര്യനോട് ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ കഴിഞ്ഞു. എന്നാൽ ഇമ്മാനോട് 1000 വട്ടം പറഞ്ഞാലും ഉമ്മ തന്നെ ആയിരിക്കും. മുറിയാത്ത ബന്ധത്തെക്കുറിച്ച് നമുക്ക് എന്ത് കാഴ്ചപ്പാടുണ്ട്? അതാണ് ഉമ്മ എന്ന് പറയണത്, അതാണ് വാപ്പ എന്ന് പറയണത്. അതുകൊണ്ട് ഫാമിലിയുടെ വൃത്തം ഒന്നും കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ വരക്കണം. ലേശം കൂടി അപ്പുറത്ത് കൂടിയേ പേരൻ്റെ പിന്നാമ്പുറത്ത് കൂടി ഇങ്ങനെ വരച്ചിട്ട് ഉഷാറാക്കിയിട്ട് വരക്കണം. നമ്മൾ പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട്. വിജയിക്കാൻ വേണ്ടി പറ്റണം. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് പലതാണ്. അല്ലാഹു തആല എല്ലാവരെയും ഒരേമാതിരിയൊന്നും ആക്കൂല. എവിടെയാണോ നമ്മളെ എത്തിച്ചത് അതിൽ വിജയിക്കാൻ വേണ്ടി പറ്റണം. വിദേശത്തൊക്കെ നമ്മൾ വരുമ്പോൾ പ്രയാസമില്ലാതെ ആൾക്കാർക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും പ്രയാസമില്ലാത്തവനല്ലാതെ ഇവിടെ ഒന്നും നിൽക്കില്ലല്ലോ. അതുകൊണ്ട് പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. പ്രയാസങ്ങൾ ഉണ്ടാവണം. ആ പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉമ്മയുണ്ട്, വാപ്പുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അഞ്ചന്മാരുണ്ട്, പെങ്ങന്മാരെ കെട്ടിക്കാണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരാൾ അവരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഔലിയാവാൻ വേണ്ടി കിതാബും വായിച്ചു ഉത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയൊന്നല്ല. അവൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞത് ഈ കുട്ടികളെയും മക്കളെയും ഭാര്യനെയും ഉമ്മാനെയും ജ്യേഷ്ഠാനുജന്മാരെയും നോക്കുന്നതിനാണ് വിലായത്ത്. അമ്പിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, തീർച്ചയായും എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു നിക്കാഹ്. അതുകൊണ്ട് എൻ്റെ ചര്യയെ ഹയാത്താക്കണമെന്ന് ഉദ്ദേശിക്കുന്നവന് വിവാഹം കഴിക്കട്ടെ. ഫഇന്ന മിൻ സുന്നത്തി അന്നിക്കാഹ്, എൻ്റെ ചര്യയിൽപ്പെട്ടതാകുന്നു നിക്കാഹ്. കല്യാണത്തിന് നമ്മൾ പോകുന്നത് പലപ്പോഴും കുറ്റം മുടക്കാനും കേടു തീർക്കാനുമാണ്. അതന്നെ നമ്മളെ കുട്ടികളെ കേൾപ്പിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട്, പോകാതിരുന്നാൽ ഓനെന്താ തോന്നാന്ന് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഓനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ പോകും. ദീനിൻ്റെ 2 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്തിന് പോയില്ലെങ്കിൽ അള്ളാഹുവിനെന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കാറില്ല. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ബാത്റൂം കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അള്ളാൻ്റെ റസൂലിന് എന്താ തോന്നുക എന്ന് നമ്മളാരും ആലോചിക്കലില്ല. രാവിലെ എഴുന്നേറ്റുകൊണ്ട് വീട് വൃത്തിയാക്കുമ്പോൾ 2 വിരുന്നുകാർ വരാനുണ്ട്, അവർക്കെന്താ തോന്നുക എന്നാണ് കരുതാറുള്ളത്. വൃത്തിയാക്കൽ ഈമാൻ്റെ ഭാഗമാണല്ലോ. വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ